അപ്പോൾ നമുക്കിപ്പോൾ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ആദ്യ സ്ഥാനാർത്ഥി മലമ്പുഴയിലെ നമ്മുടെ സുരേഷാണ്. മലമ്പുഴയിലെ സുരേഷ് ജി, കോമ്രേഡ് സുരേഷ് ആണോ ഞാൻ സംസാരിക്കുന്നത്? സുരേഷ് വെൽക്കം. കോമ്രേഡ് ഒരിക്കലും മാറില്ലല്ലോ. ഒരു സഖാവ് ഒരിക്കൽ വന്നാൽ മാറില്ല. സഖാവ് എന്നുള്ളത് ശ്രീകൃഷ്ണൻ അർജുനെ വിളിച്ച ഒരു അഭിസംബോധനയാണ്. സഖാവ് എന്നാണ് കോമ്രേഡ്. കോമ്രേഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണേ ഉപയോഗിക്കാം. അത് CPM-ന്റെയോ CPI-യുടെയോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയല്ല. പണ്ട് VS നടന്നു വരുമ്പോഴേ VS-ന്റെ വലതുവശത്ത് എല്ലാ ഫോട്ടോ ഫ്രെയിമിലും ഇങ്ങനെ നമ്മുടെ ഇദ്ദേഹത്തെ കാണാൻ പറ്റും. VS കാലും നിടറിയാൽ ഇങ്ങനൊരു പിടിയുണ്ട്. VS ആരോട് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ആരൊക്കെ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുണ്ട്. ഒരു ഫിൽറ്ററിംഗ് ആയിരുന്നു സുരേഷ്. ഞാൻ സുരേഷിനെ കാണുന്നത് നമ്മുടെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ VS-നെ കൊണ്ട് പരിപാടിക്കൊക്കെ വരുമ്പോഴും സുരേഷുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഉഷാറാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്. 40 ഡിഗ്രി ചൂടിന് അപ്പുറത്തേക്കാണ് തെരഞ്ഞെടുപ്പ് ചൂട്. മലമ്പുഴയിലും നല്ല ചൂടാണ്. ഇവിടെ 39 കഴിഞ്ഞു. ഒരു വെയിലാണ്. വെയിലത്താണ് ഞങ്ങൾ പ്രചരണം നടത്തുന്നത്. പക്ഷെ ആവേശകരമായ ജനങ്ങളുടെ റിയാക്ഷൻസ് കാണുമ്പോൾ ആ ചൂട് ഞങ്ങൾക്കൊരു വിഷയമല്ല. പാലക്കാട് സ്വാഭാവികമായിട്ട് പാലക്കാട് ജനങ്ങൾ തീയിൽ കുരുത്തതാണ്. അവർ വെയിലത്ത് വാടില്ല. എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഞങ്ങൾക്ക് ഈ ചൂടിന് സഹിക്കാൻ പറ്റുന്നത് ജനങ്ങളുടെ ആവേശം കൊണ്ടാണ്. ഞാൻ സുരേഷിന് ഒരു ക്വിസ് മത്സരം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. സുരേഷ് പാലക്കാട്ടുകാരനാണല്ലോ. ഇതിലൊരു സാധനത്തിന്റെ പേര് പറയണം, ഞാൻ എടുത്തു തരും. നിങ്ങൾ പാലക്കാട്ടുകാരാണല്ലോ. ടെൻഷനായി സുരേഷിന് എന്താണ് ചോദിക്കാൻ പോകുന്നത്. ഈ സാധനത്തിന്റെ പേര് എന്താന്ന് പറയാമോ? അത് പിന്നെ ചുണ്ടങ്ങല്ല. അതിന്റെ പേര് ഞാൻ പറയാം. നിങ്ങളെ പാലക്കാട്ടുകാരുടെ ഫേവറേറ്റ് ഐറ്റമാ അല്ലേ? ചുണ്ടങ്ങല്ല, കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആണോ? ഇത് ഞാൻ പറയാം. കൊണ്ടാട്ടം. അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐറ്റങ്ങളിലാണ്. നമ്മൾ താമര വളയം എന്നാണ് ഇവിടെ പറയാം. എണ്ണയിലിട്ട് കൊണ്ടാട്ടമാണ് പാലക്കാട്ടുകാരുടെ ഒരു സ്റ്റൈൽ. കൊണ്ടാട്ടം നിങ്ങൾക്ക് ഏറ്റവും പ്യുവർ കൊണ്ടാട്ടം കിട്ടണമെങ്കിൽ ഇവിടെ വരണം. പലതരം കൊണ്ടാട്ടങ്ങളുണ്ട്. അപ്പോൾ അതാണ് താമര വള കൊണ്ടുള്ള കൊണ്ടാട്ടം. പാലക്കാടിനെ സംബന്ധിച്ച് താമര വള കൊണ്ടുള്ള കൊണ്ടാട്ടത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇവിടെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ മലമ്പുഴയിലും അതേപോലെയാണ്. ഒരു ത്രികോണ മത്സരമാണോ മലമ്പുഴയിൽ? ത്രികോണ മത്സരത്തിന്റെ ഒരു ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് ജനങ്ങളുടെ പൾസ് വെച്ചാൽ ഞാൻ പറയുന്നത്, ഞാൻ പ്രവാചകനല്ല എങ്കിലും ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ പൾസ് വെച്ചും ആളുകളുടെ റിയാക്ഷൻസ് വെച്ചും പ്രചരണം വെച്ചൊക്കെ ഞങ്ങൾ ഏതാണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ BJP അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഇവിടെ മലമ്പുഴയിൽ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം മത്സരം മലമ്പുഴയിൽ ആർക്ക് തമ്മിലാണ്? LDF UDF തമ്മിലാണ്. BJP മത്സര രംഗത്തില്ല. BJP ഉണ്ട്. ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് നിറയ്ക്കുന്ന ബോർഡുകളും ബാനറുകളും ആർക്ക് വേണേലും ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്. ആ പൈസ കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഓൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ള വാസ്തവമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന അവിടെ നല്ല ലീഡ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. രണ്ടാമത് കഴിഞ്ഞ തവണ വന്നത് BJP ആണ്. ഇക്കുറി സുരേഷ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സുരേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു, അതിനുശേഷം കോൺഗ്രസ് ക്യാമ്പിൽ വന്നിട്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വോട്ടർമാരുടെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? വോട്ടർമാർ അത് പ്രവർത്തകരടക്കം, കോൺഗ്രസ് പ്രവർത്തകരടക്കം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഡോക്ടർ അരുൺ പറഞ്ഞതാണ്. പ്രവർത്തകരുടെ ഞാൻ കരുതിയ ഒരു സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ, പ്രത്യേകിച്ച് VS-നെ പോലെ കടുത്ത കോൺഗ്രസ് വിരോധിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കൂടെ നിന്ന ഒരാൾ വരുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു മുറുമുറുപ്പും അസ്വസ്ഥതയും ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചത്. പക്ഷെ അത്ഭുതകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അവരെല്ലാവരും എന്നോട് വളരെ കോപ്പറേറ്റീവാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള മുഴുവൻ ടീമും വളരെ കോപ്പറേറ്റീവാണ്. എന്നെക്കാളും ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി അവർ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലത്ത് മാത്രമല്ല, 8 പഞ്ചായത്തിലും അവർ സജീവമാണ്. എല്ലാ പഞ്ചായത്തും. പിന്നെ മലമ്പുഴ നിങ്ങളുടെ സ്വന്തം നാടായതുകൊണ്ട് പിന്നെ സുരേഷിനെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഓരോ പഞ്ചായത്തും കൃത്യമായിട്ട് അറിയാം. 8 പഞ്ചായത്തും കോൺഗ്രസ് പ്രവർത്തകർ വളരെ സജീവമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും തമ്മിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയതും ആവേശം ഉണ്ടാക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിലാണ്. സുരേഷ് ഇപ്പോൾ താമസിക്കുന്ന പഞ്ചായത്ത് ഏതായിരുന്നു? മരുതോട്. അത് BJP ആണോ? അല്ലല്ല, അത് ചരിത്രത്തിൽ ആദ്യമായി CPM മരുതോട് പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് CPM-ന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലമാണ്. 65 വർഷത്തിന് ശേഷം. അപ്പം അതൊരു സൂചനയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കോട്ടകളൊന്നും ഒരിക്കലും കോട്ട പൊളിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അർത്ഥവാക്യം, അത് ഞങ്ങൾ ഇപ്രാവശ്യം തകർക്കും. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നിലവിൽ ഈ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ പോകുമ്പോഴേ അറിയാതെ സഖാവ് എന്ന് വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അറിയാതെ സഖാവ് വിളിക്കുമ്പോൾ അവർ ചിരിയിരിക്കും. സുരേഷ് ഏട്ടൻ മാറാൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഒരിക്കലും ഉള്ളിൽ നിന്നുള്ളൊരു ഇടതുപക്ഷ രക്തം ഞാൻ ഒരിക്കലും മാറില്ല എന്ന് മാത്രമല്ല, സഖാവ് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സുഖം, ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സുഖമുണ്ടോ? സുരേഷ് ഏട്ടൻ വിളിക്കുമ്പോൾ മാറും കേട്ടോ. ഞാൻ മാറും. സുരേഷ് അനുകൂലമായിട്ടുള്ള വോട്ടുണ്ടാവും അവിടെ. അകത്തെത്രയും മാറും. ഓക്കെ. അപ്പൊ ഉഷാറായി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന പ്രവചനം? ജയിക്കും. ഭൂരിപക്ഷം നമ്മൾ പറയാൻ പറ്റില്ല. ഓക്കെ. കടുത്ത പോരാട്ടം ഉണ്ടാവും. ഓക്കെ. താങ്ക് യു സുരേഷ്. ഓൾറെഡി താങ്ക് യു. തീർച്ചയായിട്ടും ഉഷാറാവട്ടെ. ഓക്കെ. താങ്ക് യു സുരേഷ്. അപ്പോൾ